വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എൻ്റെ കഴിഞ്ഞ വ്ളോഗ് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ വ്ളോഗിലായിരുന്നു നമ്മുടെ പൊങ്കാല പ്രിപ്പറേഷൻസ് എല്ലാം ഉണ്ടായിരുന്നത്. ഈ ഒരു വ്ളോഗിലാണ് പൊങ്കാല ഇടുന്നതും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ അന്ന് എണീറ്റിരുന്നു. തലേ ദിവസമേ എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ആ ഡേ അത്ര ബിസി ആയിരുന്നില്ല. അമ്മ അപ്പം തേങ്ങയൊക്കെ പൊട്ടിക്കുകയാണ്. എല്ലാ തവണയും തേങ്ങ ചിരണ്ടുന്ന ആൾ ഞാനാണ്. അപ്പം എനിക്ക് ഇത്തവണ ഒരു 2 തേങ്ങ ഉണ്ടായിരുന്നു ചിരണ്ടാൻ. അപ്പോൾ ഞാനത് ഹാപ്പി ആയിട്ടിരുന്ന് ചിരണ്ടാണ്. അതിനുശേഷം അമ്മയും സിന്ധുവിൻ്റെയും കൂടെ തെരളിക്കും മണ്ടപ്പുറ്റിനും വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഞങ്ങൾക്ക് 5 പൊങ്കാലയായിരുന്നു ഉണ്ടായിരുന്നത്. പായസം, തെരളി, മണ്ടപ്പുറ്റ്, വെള്ളച്ചോറ്, പയർ, ഇത്രയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം തെരളിക്ക് വേണ്ടിയിട്ടുള്ള ഇല ആൻറ്റിയുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് പറിക്കുകയാണ്. നല്ല ഫ്രഷ് ഇല നമുക്ക് അവിടെ നിന്ന് കിട്ടും. കഴിഞ്ഞ തവണയും ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് തെരളിയില പറിച്ചതുമെല്ലാം. കുറച്ചുകൂടെ ഇല ഞങ്ങൾ ഇന്നലെ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഇലയുടെ അത്രയും ഫ്രഷ്നെസ് ആ ഒരു ഇലയ്ക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും സിന്ധുവാൻ്റെയും കൂടെ ഇലയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലയൊക്കെ പറിച്ച് കഴുകി ഉണക്കിയതിന് ശേഷം വേണം നമുക്ക് അതിൽ തെരളിയില വെക്കാനൊക്കെ ആയിട്ട്. ഇത്തവണ അടുപ്പ് കത്തിക്കുന്നത് കുറച്ച് നേരത്തെ ആയിരുന്നു. 10:15 അടുപ്പ് കത്തിക്കുന്നത്. അതുപോലെ 1:15 തളിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ആ ഒരു ടൈമിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് അത് സെറ്റ് ചെയ്യാണ്. 10:15 ആകുമ്പോഴത്തേക്കും വേണം അടുപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതുവരെ ഉള്ള ടൈമിൽ ഞങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കും. അപ്പം നമുക്ക് ആ ഒരു ടൈമിൽ ഹറിബറി ആവണ്ടല്ലോ. അങ്ങനെ സിന്ധുവിൻ്റെ വിളക്കൊക്കെ ഒരുക്കാണ്. 10:15 ആകാറായപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കലമൊക്കെ കൊണ്ട് അടുപ്പിൽ വെക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ അടുപ്പിലായിട്ട് വെക്കുകയാണ്. എല്ലാവർക്കും അപ്പോൾ ആ ഒരു പൊങ്കാല ഇടാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ്. എനിക്ക് ഈ വീഡിയോ എല്ലാം എടുത്തു തരുന്നത് വൃന്ദ ചേച്ചിയാണ്. ഇതിന് ശേഷം എനിക്ക് ബാക്കി വീഡിയോകളെല്ലാം എടുത്തു തരുന്നത് അങ്കിളും അച്ഛനും കൂടെയാണ്. അങ്ങനെ സിന്ധു ആൻറ്റി ഞങ്ങളുടെയൊക്കെ കലം കറക്റ്റായിട്ട് വെച്ച് തരികയാണ്. ഒരു ഫൈനൽ ടച്ചാണിത്. സിന്ധു ആൻറ്റിക്ക് 3 അടുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. തെരളിയും മണ്ടപ്പുറ്റും വെള്ളച്ചോറും. ഞങ്ങൾക്ക് 5 എണ്ണവും. അങ്ങനെ അടുപ്പിലേക്ക് തീ പകരാറായെന്ന് അവിടെ നിന്ന് അനൗൺസ് ചെയ്തു. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് അത് വാങ്ങാൻ പോവാണ്. എല്ലാ തവണയും അച്ഛൻ തന്നെയാണ് അത് ചെയ്യാറുള്ളത്. അങ്ങനെ ഇത് ഫൈനൽ ടച്ചാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ആ ടൈം ആയപ്പോഴേക്കും അച്ഛൻ കൊണ്ടുവരികയാണ്. ഇത് ഞങ്ങളുടെ നെയ്ബറായ ശ്യാമ ചേച്ചിയൊക്കെയാണ്. അപ്പം അവരും അടുപ്പിലേക്ക് കൊളുത്താനുള്ള തീ കൊണ്ടുവരികയാണ്. അങ്ങനെ അടുപ്പിലേക്ക് തീ പകർന്നു. ഇനി പൊങ്കാല ഇടുക എന്നുള്ളതാണ്.
ഞാനായിരുന്നു പായസം വെള്ളച്ചോറും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നത്. അമ്മ മണ്ടപ്പുറ്റും തെരളിയും ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ പയറും. ഫസ്റ്റ് വെള്ളം തിളയ്ക്കാറായി, അപ്പോഴേക്കും അരി കഴുകി നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇടണം തിളയ്ക്കാൻ പോകുമ്പം. ദെൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അരി തിളയ്ക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് വെള്ളം തിളയ്ക്കാറായി, അപ്പോഴേക്കും ഞങ്ങൾ അരി ഇടുകയാണ്. പൊങ്കാല ഇത്തവണ ഇടാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. എനിക്ക് എക്സാംസ് ഒക്കെ ആയതുകൊണ്ട് വരാൻ പറ്റുമെന്നും ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല. പക്ഷേ ഭാഗ്യം കൊണ്ട് എനിക്ക് എക്സാംസ് എല്ലാം അതിനു മുമ്പായിട്ട് തീർന്നു. അപ്പം ഇത്തവണ ഇടുമ്പോൾ ഒരു പ്രത്യേകതരം ഹാപ്പിനെസ് ഉണ്ട്. കാരണം ഒരുപാട് കൊതിച്ചതാണ് പൊങ്കാല ഇടാൻ പറ്റണം എന്നുള്ളത്. അപ്പം ദേവിയായിട്ട് എനിക്കത് സാധിച്ചു തന്നു. നോർമലി ഞാനും അമ്മയും പൊങ്കാല തിളച്ച് തൂകുന്നത് വരെ ഫുഡൊന്നും കഴിക്കാറില്ല. ഇത്തവണ 1:15-നാണ് തളിക്കുന്നത് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് ശേഷമാണ് ഫുഡെല്ലാം കഴിച്ചത്. വൃന്ദ ചേച്ചിയും സിന്ധു ആൻറ്റിയും അവരുടേത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടേത് ഇനി അരി തിളയ്ക്കണം, അതിലേക്ക് ശർക്കര, നെയ്യ്, എല്ലാ പഴവും എല്ലാം ഇട്ട് പായസം റെഡിയാക്കണം. വേറൊരു അടുപ്പിൽ ഞങ്ങൾ തെരളി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പായസം തെരളിയാണ് ഫസ്റ്റ് ഞങ്ങൾ ഇടുന്നത്. അതിനുശേഷമാണ് മണ്ടപ്പുറ്റും വെള്ളച്ചോറും എല്ലാം വെക്കുന്നത്. പായസം ഒന്ന് റെഡിയായി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അതും കൂടെ ബാക്കി ചെയ്യാനായിട്ട്. അങ്ങനെ ഓൾമോസ്റ്റ് അത് തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് സിന്ധു ആൻറ്റി ഒരു കുഞ്ഞു കലത്തിലാണ് സിന്ധു ആൻറ്റിയുടെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതാണ് ഫസ്റ്റ് തിളച്ചത്. അങ്ങനെ സിന്ധു ആൻറ്റിയുടേത് ഓൾമോസ്റ്റ് വെള്ള ചോറ് സെറ്റായിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ പായസം കൂടെയാണ് തിളച്ചു തൂവാനായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളുടേതും തിളച്ചു തൂകി. അങ്ങനെ പായസത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ടപ്പുറ്റുമൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനി നെക്സ്റ്റ് ആയിട്ട് ചെയ്യാനുള്ളത്. പിന്നെ അച്ഛൻ എനിക്ക് പുറത്തോട്ടൊക്കെ പോയിട്ട് ബാക്കി പൊങ്കാലയുടെയൊക്കെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് തന്നു. ഈ പ്രാവശ്യം ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ എല്ലാ തവണ ഇടുന്നതിനേക്കാളും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അമ്മയും സിന്ധു ആൻറ്റിയും കുറച്ച് നേരം പോയി റെസ്റ്റൊക്കെ എടുത്തു. ആ ടൈമിൽ ഞാനും വൃന്ദ ചേച്ചിയും കൂടെയാണ് അടുപ്പെല്ലാം നോക്കിയത്. അച്ഛനും പാവും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഞങ്ങൾ റെഡിയാക്കി. ഇനിയിപ്പോൾ തളിച്ചാൽ കൂടെ മതി. അപ്പോൾ അതിന് ശേഷം ഞങ്ങളെല്ലാവരും തളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് കഥയും ഒക്കെ പറഞ്ഞ് നല്ല രസമായിട്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഉള്ള ഈ മൊമെൻറ്റ്സ് നമുക്ക് എപ്പോഴും ലൈഫിൽ കിട്ടുന്നതല്ല. എനിക്കിങ്ങനെ എല്ലാവരും കൂടെ ഉള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഒത്തിരി ഇഷ്ടമാണ്. ദെൻ തളിക്കാർ ആൾ വരാറായി. അപ്പോഴേക്കും ഞങ്ങളെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി വിളക്കൊക്കെ കത്തിച്ച് അടുപ്പിൽ നിന്ന് കലം എല്ലാം എടുത്ത് താഴത്തേക്ക് വെച്ച് നമ്മൾ റെഡിയായിട്ട് നിൽക്കുകയാണ്.
അങ്ങനെ തിരുമേനി തളിക്കാനൊക്കെ വന്നു. എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. ഇതെല്ലാം കഴിയുമ്പോൾ ഒരു വിഷമമുണ്ട്, പെട്ടെന്ന് എല്ലാവരും പോകുന്നതും ഒക്കെ കാണുമ്പോൾ. അങ്ങനെ ഇനി നമ്മൾ നെക്സ്റ്റ് പൊങ്കാല വരെ ഈ ഒരു മൊമെൻറ്റ്സിനും ഒക്കെ ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഇതൊക്കെയാണ് അവസാനത്തെ പാക്കിങ്ങും എല്ലാം. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ച് വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെല്ലാവരും ഓട്ടോയിലും ഞാനും അച്ഛനും സ്കൂട്ടറിലുമാണ് പോയത്. അങ്കിൾ എനിക്ക് ബായ് ഒക്കെ പറയാണ്. ദേവിയുടെ അനുഗ്രഹം കൊണ്ടും എല്ലാവരും ഉള്ളത് കൊണ്ടും ഈ ഒരു പൊങ്കാല വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു. ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി. എൻ്റെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.